ബ്രസീൽ വേൾഡ് കപ്പ് നേടുകയാണെങ്കിൽ ബ്രസീൽ നിരയിൽ വേൾഡ് കപ്പിലെ ബെസ്റ്റ് യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രണ്ട് യുവ സൂപ്പർ താരങ്ങൾ. വേൾഡ് കപ്പിന് 104 ദിവസമാണ് ഇനി ബാക്കിയുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഒരു പുതിയ സെഗ്മെന്റ് തുടങ്ങുകയാണ്. ബിഫോർ ദ കപ്പ് എന്നതാണ് ഈ ഒരു സെഗ്മെന്റിന്റെ പേര്. വേൾഡ് കപ്പ്, യൂറോ, കോപ്പ തുടങ്ങിയ ഇന്റർനാഷണൽ ടൂർണമെന്റുകൾക്ക് മുന്നോടിയായിട്ട് ആ ടൂർണമെന്റ്സിലെ ആ ഒരു പ്രതീക്ഷ, താരങ്ങളുടെ പെർഫോമൻസ്, ടീമിൻ്റെ പ്രതീക്ഷകൾ, ഇതിനെയൊക്കെ കുറിച്ച്, പിന്നെ ഹിസ്റ്ററി, ഇതിനെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് തന്നെ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ രണ്ട് ബ്രസീലിയൻ വണ്ടർ കിഡ്സിനെ കുറിച്ചാണ്. വേൾഡ് കപ്പിൽ ബ്രസീൽ കപ്പടിക്കുകയാണെങ്കിൽ ബ്രസീൽ ടീമിൽ ബെസ്റ്റ് യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആകാൻ സാധ്യതയുള്ള രണ്ട് വണ്ടർ കിഡുകൾ. ബിഫോർ ദ കപ്പ് എപ്പിസോഡ് 1 ഏവർക്കും സ്വാഗതം. അപ്പോൾ എസ്റ്റാവിയോ അതുപോലെ തന്നെ എൻട്രിക്ക്, രണ്ട് ബ്രസീലിയൻ വണ്ടർ കിഡ്, അസാധ്യ ടാലന്റ് ഉള്ള രണ്ട് താരങ്ങളാണ്. അപ്പോൾ വരുന്ന വേൾഡ് കപ്പ് സ്ക്വാഡിൽ, ബ്രസീലിന്റെ സ്ക്വാഡിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള രണ്ട് വണ്ടർ കിഡുകളാണ് എസ്റ്റാവിയോയും അതുപോലെ തന്നെ എൻട്രിക്കും. ഞാൻ അങ്ങനത്തെ സാധ്യതകൾ നോക്കിയിട്ടാണ് ഈ രണ്ട് താരങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരെയും നോക്കുന്ന സമയത്ത് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പേര് തന്നെയാണ് ഫസ്റ്റ്, രണ്ടും ഈ കൊണ്ട് തുടങ്ങുന്ന പേരാണ്. അപ്പോൾ അത് കൊച്ചു പിള്ളേർ പറയുന്ന പോലത്തെ ഒരു കാര്യമാണെങ്കിൽ പോലും ചുമ്മാ പറഞ്ഞു പോവാണ്, രണ്ടും ഈ കൊണ്ട് തുടങ്ങുന്ന പേരാണ്. മറ്റൊരു സിമിലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കളിച്ചു തുടങ്ങിയിട്ടുള്ളത് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള പാൽമറാസിൽ നിന്നിട്ടാണ്. രണ്ടുപേർക്കും അവിടെ തന്നെയാണ് അവരുടെ കരിയർ തുടങ്ങിയിട്ടുള്ളത്. രണ്ടുപേരും അവരുടെ അക്കാഡമി അവിടെയായിരുന്നു. പാൽമറാസിലൂടെയാണ് അവർ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഒരാൾ അറിയാലോ, റയൽ മാഡ്രിഡിന്റെ താരമാണ്, നിലവിൽ ലിയോണിൽ പോയി ലോണിൽ കളിക്കുകയാണ് എൻട്രിക്ക്. മറുഭാഗത്ത് എസ്റ്റാവിയോ നോക്കുകയാണെങ്കിൽ എസ്റ്റാവിയോ നിലവിൽ കളിക്കുന്നത് ചെൽസിയിലാണ്. ചെൽസിക്ക് വേണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് താരം നടത്തുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രിക്കിലേക്ക് വരാം. എൻട്രിക്കിന്റെ ആ ഒരു കരിയർ തുടങ്ങുന്നത് 2022 ബ്രസീലിയൻ ക്ലബ്ബായ പാൽമറാസിലാണ്. 2022 മുതൽ 2024 വരെ ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള പാൽമറാസിലായിരുന്നു എൻട്രിക്ക് കളിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ 19 വയസ്സാണ് എൻട്രിക്കിനുള്ളത്. 11 വയസ്സിലായിരുന്നു പാൽമറാസിൽ ഈ ബ്രസീലിയൻ വണ്ടർ കിഡായിട്ടുള്ള എൻട്രിക്ക് ചേർന്നിട്ടുള്ളത്. 165 ഗോളാണ് പാൽമറാസിന്റെ യൂത്ത് ടീമിന് വേണ്ടി താരം സ്കോർ ചെയ്തിട്ടുള്ളത്. 169 മത്സരങ്ങളിൽ നിന്ന് വളരെ മികച്ചൊരു സ്റ്റാറ്റ്സ് ആണ്. 169 മാച്ചിൽ നിന്ന് 165 ഗോളുകൾ. ഒരു ഗോൾ മിഷൻ ആയിരുന്നു എൻട്രിക്ക് യൂത്ത് ടീമിൽ. 16 വയസ്സിൽ തന്നെ പാൽമറാസിന്റെ സീനിയർ ടീമിൽ എൻട്രിക്കിന് അവസരം ലഭിക്കുകയാണ്. വളരെ മികച്ച പെർഫോമൻസ് താരം അവിടെ നടത്തുകയാണ്. 2022-23 ആ ഒരു സമയത്ത് ബ്രസീലിയൻ ലീഗ് വിൻ ചെയ്യുന്ന ആ പാൽമറാസ് ടീമിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള താരമായിരുന്നു എൻട്രിക്ക്. ആ ഒരു ടീമിന്റെ ഭാഗമായിരുന്നു എൻട്രിക്ക്. 82 മത്സരങ്ങളിൽ നിന്ന് 21 ഗോള്, 4 അസിസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 16-17 വയസ്സുള്ള ഒരു പ്ലെയറെ സംബന്ധിച്ച് ഇതൊരു വളരെ മികച്ച സ്റ്റാറ്റ്സ് ആണ്. ഇതായിരുന്നു പാൽമറാസിലെ ഈ ഒരു എൻട്രിക്കിന്റെ സ്റ്റാറ്റ്സ്. റയൽ മാഡ്രിഡ് 2024 എൻട്രിക്കിന് 72 മില്യൺ യൂറോസ് പാൽമറാസിന് നൽകിക്കൊണ്ടായിരുന്നു ടീമിലേക്ക് എത്തിച്ചത്. താരം വന്ന പാടെ ചുമ്മാ ഇരുന്നില്ല. ലാലിഗയിലും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും ഡെബ്യൂ മത്സരത്തിൽ തന്നെ റയൽ മാഡ്രിഡിന് വേണ്ടി സ്കോർ ചെയ്തു. റയൽ മാഡ്രിഡ് എന്ന വലിയ ചരിത്രമുള്ള ക്ലബിന്റെ ഏറ്റവും യങ്ങസ്റ്റ് ഫോറിൻ ഗോൾ സ്കോററായി മാറി ലീഗിൽ. അതായത് ലാലിഗയിലെ ഏറ്റവും യങ്ങസ്റ്റ് ഫോറിൻ ഗോൾ സ്കോററായി മാറി എൻട്രിക്ക് റയൽ മാഡ്രിഡിന്റെ. റയൽ മാഡ്രിഡിൽ 40 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളും 1 അസിസ്റ്റും ആയിരുന്നു താരം പ്രൊവൈഡ് ചെയ്തത്. യൂറോപ്യൻ ആ ഒരു കൾച്ചറിലേക്ക് താരം മാറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. യൂറോപ്പിലെ ആ ഒരു സിറ്റുവേഷനിലേക്ക് താരം മാറുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, റയൽ മാഡ്രിഡിൽ സാവിയുടെ കീഴിൽ കൂടുതൽ അവസരങ്ങൾ താരത്തിന് ലഭിച്ചിരുന്നില്ല. ഈ ഒരു സീസണിൽ ഒരു പകുതിയോളം താരം പുറത്തായിരുന്നു. അതിനുശേഷമാണ് ഒളിമ്പിക് ലിയോണിലേക്ക് പോയിട്ടുള്ളത്. അവിടെ പോയി താരം പൊളിച്ചടുക്കുകയാണ്. 2026 ജനുവരി, അതായത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള ലിയോണിലേക്ക് താരം പോയിട്ടുള്ളത്. ആദ്യത്തെ 6 മത്സരങ്ങളിൽ തന്നെ 5 ഗോള്, അതിൽ ഹാട്രിക് ഉണ്ടായിരുന്നു. 2 അസിസ്റ്റും താരം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. റയൽ മാഡ്രിഡിന് വേണ്ടി 40 മത്സരങ്ങളിൽ നിന്ന് 8 ഗോൾ കോൺട്രിബ്യൂഷൻ. ഇവിടെയാണെങ്കിൽ ഒളിമ്പിക് ലിയോണിന് വേണ്ടി വെറും 6 മത്സരങ്ങളിൽ തന്നെ താരം 7 ഗോൾ കോൺട്രിബ്യൂഷൻ നേടിക്കഴിഞ്ഞു. നവംബർ 17, 2023 ബ്രസീൽ കൊളംബിയ ഒരു മത്സരം നടന്നിരുന്നത്. ഈ മത്സരത്തിലായിരുന്നു എൻട്രിക്ക് തന്റെ ബ്രസീൽ കുപ്പായത്തിൽ കളത്തിലേക്ക് ഇറങ്ങിയത്. ബ്രസീലിന് വേണ്ടി 19ഓളം മത്സരങ്ങൾ താരം ഇതിനോടകം കളിച്ചു കഴിഞ്ഞു. 4 ഗോളുകളാണ് അവിടെ സ്കോർ ചെയ്തിട്ടുള്ളത്. 1994 റൊണാൾഡോ നസാരിയോ ബ്രസീൽ ടീമിൽ കളിച്ചതിന് ശേഷം
ഇത്രയും പ്രായം കുറഞ്ഞ ഒരു താരം ബ്രസീൽ ടീമിലേക്ക് എത്തുന്നത്, ഒരു മെയിൽ താരം എത്തുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. എൻട്രിക്ക് ബ്രസീലിന് വേണ്ടി കളിക്കുമ്പോൾ 17 വയസ്സും 118 ദിവസവും മാത്രമായിരുന്നു എൻട്രിക്കിന്റെ പ്രായം. ബ്രസീലിന്റെ ചരിത്രത്തിലെ യങ്ങസ്റ്റ് ഡെബ്യൂവിന്റെ കണക്ക് നോക്കുമ്പോൾ അതിൽ 4ാം സ്ഥാനത്താണ് എൻട്രിക്ക് വരുന്നത്. അറിയാലോ, പെലെയാണ് ഒന്നാമതുള്ളത്, പിന്നെ 4ാമത്തെ സ്ഥാനത്താണ് എൻട്രിക്ക് വരുന്നത്. ഇംഗ്ലണ്ടിന്റെ ചരിത്ര പ്രാധാന്യമുള്ള വെംബ്ലി സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെ ബ്രസീല് എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി. 2024 ആ ഒരു മത്സരത്തിൽ ബ്രസീലിന്റെ വിജയ ഗോള് ആയിരുന്നു എൻട്രിക്കിന്റെ ആദ്യത്തെ ഗോൾ ബ്രസീലിന് വേണ്ടി സ്കോർ ചെയ്തത്. 3 ദിവസത്തിന് ശേഷം സാന്റിയാഗോ ബെർണബ്യൂ, മറ്റൊരു ചരിത്ര പ്രാധാന്യമുള്ള സ്റ്റേഡിയം, റയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടിൽ സ്പെയിനെതിരെ താരം ഗോൾ സ്കോർ ചെയ്തു. എന്നാൽ പിന്നീട് അങ്ങോട്ട് താരത്തിന്റെ പെർഫോമൻസ് താഴേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2024 നടന്നിട്ടുള്ള ആ ഒരു കോപ്പയുണ്ടല്ലോ, കോപ്പ അമേരിക്കയുടെ ആ ഒരു ബ്രസീൽ സ്ക്വാഡിൽ താരം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ താരത്തിന് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം കൂടുതൽ ബ്രസീൽ ടീമിൽ അവസരവും താരത്തിന് ലഭിച്ചിരുന്നില്ല. ക്ലബ് ഫുട്ബോളിലെ അവസരം കുറവായിരുന്നു. ഇപ്പോൾ ലോണിൽ ഒളിമ്പിക് ലിയോണിലേക്ക് പോയിട്ടുണ്ട്. താരത്തെ വരുന്ന വേൾഡ് കപ്പിൽ എടുക്കാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താരത്തിന്റെ പെർഫോമൻസ്, നിലവിലെ പെർഫോമൻസ് ഓക്കെയാണ്. പക്ഷേ ഇതിലും മികച്ച പെർഫോമൻസ് നടത്തുന്ന ബ്രസീലിയൻ സെന്റർ ഫോർവേഡ് പ്ലേയേഴ്സ് ഉണ്ട്. ബ്രസീല് അവരുടെ ഫോർവേഡ് നിരയിൽ എത്ര ഫോർവേഡിനെ, സെന്റർ ഫോർവേഡിനെ എടുക്കുമെന്ന് അറിയാൻ വഴിയില്ല. 3 ഫോർവേഡ്സിനെ എടുക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ 3ാമനായിട്ട് ഇടം പിടിക്കാനുള്ള സാധ്യതകൾ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയത്തില്ല. അല്ലാത്ത വശം 2 ഫോർവേഡ് പ്ലേയേഴ്സിനെ, അതായത് 2 സെന്റർ ഫോർവേഡ് പ്ലേയേഴ്സിനെ മാത്രമാണ് ബ്രസീൽ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ എൻട്രിക്ക് പുറത്തായേക്കാം. എന്നാൽ എൻട്രിക്ക് വേൾഡ് കപ്പിൽ വരികയാണെങ്കിൽ ഒരു പക്ഷേ എൻട്രിക്കിന് വേൾഡ് കപ്പിലെ ബെസ്റ്റ് യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കും. അദ്ദേഹത്തിന് നിലവിൽ 19 വയസ്സാണ് പ്രായം. വയസ്സ് മാത്രമല്ല, ആള് പക്ക ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. നമ്മൾ വേൾഡ് കപ്പിൽ കുറേ പ്രതീക്ഷയോടെ കുറേ യുവതാരങ്ങൾ പോകും, എന്നാൽ അവർക്കൊന്നും അത്ര മികച്ച ഒരു പെർഫോമൻസ് നടത്താൻ കഴിയാതെ പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം തന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ആ ഒരു ബെസ്റ്റ് യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ടുള്ളത് അർജന്റീനയുടെ ആ ഒരു ഡിഫൻസീവ് മിഡ്, സെന്റർ മിഡായിട്ട് കളിച്ചിരുന്ന ഒരു ഫെർണാണ്ടസ് ആണ്. അപ്പോൾ എൻസോ ഫെർണാണ്ടസിനെ സംബന്ധിച്ച് വേൾഡ് കപ്പിന് മുമ്പ് അദ്ദേഹം കളിച്ചിരുന്നത് ബെനിഫിക്കയിൽ എന്തോ ആണ്. അദ്ദേഹം ആ ഒരു വേൾഡ് കപ്പിലെ ബെസ്റ്റ് യങ്സ്റ്റർ ആണെന്ന രീതിയിൽ ആരും തന്നെ പറഞ്ഞിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു പ്ലെയറിന്റെ ഭാഗത്ത് മികച്ചൊരു പെർഫോമൻസ് കാണുകയും ആ ഒരു ടൂർണമെന്റിലെ ബെസ്റ്റ് യങ്സ്റ്റർ ആയി മാറുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻട്രിക്കിന് വളരെ മികച്ച പൊട്ടൻഷ്യൽ ഉണ്ട്, അതിലൊരു സംശയമില്ല. എൻട്രിക്കിനെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താരത്തിന് ഈ ഒരു നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കും. ബ്രസീലിന്റെ കുതിപ്പിന് താരം ഒരു മുതൽക്കൂട്ടായി മാറിയേക്കും. ഇനി നമുക്ക് എസ്റ്റാവിയോയെ കുറിച്ച് നോക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആണ് എസ്റ്റാവിയോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഗെയിം സ്റ്റൈൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ബ്രസീലിയൻ ടച്ച് അതേപോലെ കിട്ടിയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എസ്റ്റാവിയോ. അപ്പോൾ എസ്റ്റാവിയോയെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് എസ്റ്റാവിയോയ്ക്ക് നിലവിൽ 18 വയസ്സാണുള്ളത്. എസ്റ്റാവിയോയ്ക്ക് 8 വർഷം മുമ്പ് അദ്ദേഹത്തിന് 10 വയസ്സുണ്ടായിരുന്ന സമയത്ത് നൈക്കിയുമായിട്ട് അദ്ദേഹത്തിന് കോൺട്രാക്ട് ലഭിച്ചിരുന്നു. വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. 10 വയസ്സിലൊക്കെ നൈക്കി പോലൊരു വലിയ ബ്രാൻഡുമായിട്ട് ഒരു കോൺട്രാക്ട് ലഭിക്കുക എന്ന് പറയുന്നത് ആ ഒരു പ്ലെയറിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോൾ സാധാരണ ബ്രാൻഡുകൾ ഒരു കോൺട്രാക്ട് കൊടുക്കുന്നതിന് മുമ്പ് ആ താരത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കുമല്ലോ. 10 വയസ്സിൽ കോൺട്രാക്ട് കൊടുക്കണമെങ്കിൽ ആ പ്ലെയറിന് എത്രത്തോളം പൊട്ടൻഷ്യൽ കാണും, ജസ്റ്റ് ഇമാജിൻ. അത്ര തന്നെ ആ ഒരു ലെവലിലുള്ളൊരു പ്ലെയർ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എസ്റ്റാവിയോ. 2021 മുതൽ 2025 വരെയായിരുന്നു പാൽമെറാസിൽ താരം കളിച്ചിരുന്നത്. ഈ ഒരു കാലയളവിൽ അവിടെ എൻട്രിക്കും ഉണ്ടായിരുന്നു. 2023 ബ്രസീലിയൻ സീരിയെ വിൻ ചെയ്ത ആ ഒരു പാൽമെറാസ് ടീമിൽ താരമുണ്ടായിരുന്നു. താരത്തിന്റെ ഒരു പങ്ക് ആ ഒരു ടീമിലുണ്ടായിരുന്നു. ബ്രസീലിയൻ ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അണ്ടർ 18 പ്ലെയർ, അതായത് 18 വയസ്സോ 18-ന് താഴെ വയസ്സോ പ്രായമുള്ള ഒരു പ്ലെയർ 20 ഗോൾ കോൺട്രിബ്യൂഷൻ ഒരു സിംഗിൾ സീസണിൽ നൽകി. ഈ ഒരു റെക്കോർഡ് എസ്റ്റാവിയോയുടെ പേരിലാണ്. കിടിലൻ റെക്കോർഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 18 വയസ്സിന് താഴെ ബ്രസീലിയൻ ലീഗ് എന്ന് പറയുമ്പോൾ യൂറോപ്പിലൊക്കെ ഉള്ളത് പോലത്തെ ഒരു അവസ്ഥയല്ല ഈ ലാറ്റിൻ അമേരിക്കൻ ലീഗുകളിലുള്ളത്. അവിടെ ഭയങ്കര ടഫാണ് കളിക്കാൻ. അതായത് ഭയങ്കരമായിട്ടുള്ള ഫൗളുകൾ വരാൻ സാധ്യതയുണ്ട്. വലിയ രീതിയിലുള്ള അഗ്രസീവ് ഗെയിമാണ് ഈ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒന്നും കാണാറൊന്നുമില്ല, പക്ഷേ ഒരു സമയത്ത് ആ ഒരു ലോക്ക്ഡൗൺ, ആ ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ, ലോക്ക്ഡൗണൊക്കെ മുമ്പ് ആ സമയത്തൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ലീഗായിരുന്നു ഈ ബ്രസീലിയൻ ലീഗ്. അതുപോലെ തന്നെ അർജന്റീനിയൻ ലീഗ്. എല്ലാ മാച്ചൊന്നും കാണത്തില്ല. സാന്തോസിന്റെ ഗെയിം, അതുപോലെ തന്നെ ഈ അവിടെ വേറൊരു ടീമുണ്ടല്ലോ അവിടെ പാൽമെറാസിന്റെ ഗെയിം, പിന്നെ വാസ്കോ ഡി ഗാമ,
എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമാണ്, വാസ്കോ ഡി ഗാമ, നമ്മുടെ കപ്പലിറങ്ങിയ മനുഷ്യനുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ഞാൻ ആ സമയത്ത് ഞാൻ കൊച്ചാണ്, അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഫോണൊക്കെ ആദ്യമായിട്ട് കിട്ടുന്ന സമയമായിരുന്നു അത്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ലൈവൊക്കെ ഞാൻ കുറച്ച് 1-2 ലൈവ് മാച്ചൊക്കെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഈ റീക്ലിപ്പൊക്കെ കാണത്തില്ലേ, അങ്ങനത്തെ സാധനമൊക്കെ ഞാൻ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് യൂട്യൂബിലൊക്കെ നല്ല രീതിയിൽ അവൈലബിൾ ആയിരുന്നു ഈ സാധനം. ഇപ്പോഴാണ് ഈ ഒരു ഫുൾ മാച്ച് ഒന്നും വരാറില്ല, വെറും ഹൈലൈറ്റ്സ് മാത്രം വരുന്നത്. ആ സമയത്ത് കണ്ടിട്ടുള്ളവർക്ക് അറിയാതെ. അപ്പോൾ എസ്റ്റാവിയോ വേറെ ലെവലാണ്. 18 വയസ്സിന് താഴെ 20 ഗോൾ കോൺട്രിബ്യൂഷൻ. ബ്രസീൽ പോലെ അത്രയും ടഫായിട്ടുള്ള ലീഗ്. ടഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്വാളിറ്റിയുടെ കാര്യമല്ല പറയുന്നത്, അവിടെ കളിക്കാൻ ടഫാണ്, അതാണ്. അപ്പോൾ അത്രയും ടഫായിട്ടുള്ള സ്ഥലത്ത് ആ ഒരു നേട്ടം സ്വന്തമാക്കുക എന്ന് പറയുന്നത് കിടിലൻ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, നോ ഡൗട്ട്. പാൽമറാസിന് വേണ്ടി അവസാനം അദ്ദേഹം കളിച്ചത് 2025-ലായിരുന്നു. അതും ഇപ്പോൾ കളിക്കുന്ന ചെൽസിക്കെതിരെ. ക്ലബ് വേൾഡ് കപ്പിൽ എനിക്ക് തോന്നുന്നു ക്വാർട്ടർ ഫൈനലോ എന്താണെന്ന് തോന്നുന്നു, ഈ പാൽമറാസും ചെൽസി ക്വാർട്ടർ ഫൈനലോ എന്താണ്, പാൽമറാസ് ചെൽസി ഒരു മത്സരം നടന്നിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ പാൽമറാസ് കുപ്പായത്തിലെ അവസാനത്തെ മത്സരം, ഇപ്പോൾ കളിക്കുന്ന ചെൽസിക്കെതിരെ. ആ ഒരു മത്സരത്തിൽ അദ്ദേഹം ഒരു ഗോളും സ്കോർ ചെയ്തിരുന്നു എന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പാൽമറാസിന് വേണ്ടി 69 മത്സരങ്ങളായിരുന്നു എസ്റ്റാവിയോ കളിച്ചിരുന്നത്. അതിൽ നിന്ന് 22 ഗോളുകൾ 12 അസിസ്റ്റ് താരം പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തിരുന്നു. 2025 ചെൽസിയിലേക്ക് താരമെത്തി. ചെൽസിക്ക് വേണ്ടി 30-ന് മുകളിൽ മത്സരങ്ങൾ താരം കളിച്ചു. 6 ഗോള് അതുപോലെ 2 അസിസ്റ്റ് താരം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെൽസിക്ക് വേണ്ടി. ബ്രസീലിയൻ ടീമിൽ ചെറിയൊരു പീരീഡിൽ തന്നെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 9 മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ, 3 ഗോളും 1 അസിസ്റ്റ് ഇതിനോടകം താരം തന്നെ നേടിയിട്ടുണ്ട് എസ്റ്റാവിയോ. 2024 ഇക്വഡോറിനെതിരെ നടന്നിട്ടുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിലായിരുന്നു ബ്രസീലിന് വേണ്ടി താരം കളിച്ചിട്ടുണ്ടായിരുന്നത്. താരം ആ ഒരു മത്സരം കളിച്ചതോടുകൂടി ബ്രസീലിയൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 5ാമത്തെ താരമായി താരം മാറി. എൻട്രിക്ക് 4ാമത്തെ താരമാണ്, ഇദ്ദേഹം 5ാമത്തെ താരമാണ് എസ്റ്റാവിയോ. ബ്രസീൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ചിലിയെ പരാജയപ്പെടുത്തിയ ഒരു മത്സരം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നടന്നിട്ടുള്ള മത്സരമാണ്. ആ മാച്ചിലായിരുന്നു എസ്റ്റാവിയോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1958 സാക്ഷാൽ പെലെ ആയിരുന്നു ബ്രസീലിന് വേണ്ടി ഏറ്റവും ആദ്യം സ്കോർ ചെയ്തിരുന്നത്, ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ. അതിനുശേഷം ഇപ്പോൾ എസ്റ്റാവിയോ ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി മാറിയിട്ടുള്ളത്. എസ്റ്റാവിയെ സംബന്ധിച്ച് അദ്ദേഹം കൺസിസ്റ്റന്റ് അല്ല. നമുക്ക് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ചില മത്സരങ്ങളിൽ എക്സ്ട്രീം പെർഫോമൻസ്, ചില മത്സരത്തിൽ വളരെ ലോ പെർഫോമൻസും ആണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെൽസിയിലെ സ്റ്റാറ്റ്സ് അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ താരം ചെൽസിയിലേക്ക് വന്നിട്ട് ഒരു കൂടുതൽ കാലമൊന്നും ആയിട്ടില്ല, യൂറോപ്പിലേക്ക് വന്നിട്ട് കൂടുതൽ കാലമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 2 പ്ലെയേഴ്സിന്റെയും ആ ഒരു സ്റ്റാറ്റ്സിൽ ഒരു കാര്യമില്ല. രണ്ടുപേരും യങ്സ്റ്റേഴ്സ് ആണ്, 18-19 വയസ്സൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ ആ സ്റ്റാറ്റ്സ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നതിൽ ഒരു അർത്ഥവും ഇല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 2 പേർക്കും ഹൈ ടാലന്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ്. ബ്രസീലിന്റെ ഫ്യൂച്ചർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ടൈപ്പ് പ്ലെയേഴ്സ് ആണ് ഇവരെ പോലെ തന്നെ വേറെയും യങ് പ്ലെയേഴ്സ് യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിലൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ ഇവര് ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഒപ്പം ഇവരുടെ പെർഫോമൻസ് കുറച്ച് ഹൈ ആണ്. ഇവർ കളിക്കുന്ന ടീമും വലിയ ടീമുകളാണ്. ഇവർക്ക് ടാലന്റും വലിയ പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ബ്രസീൽ അവരുടെ നാഷണൽ ടീമിലേക്ക് വരുന്ന വേൾഡ് കപ്പിൽ എടുക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 പ്ലെയേഴ്സിനെ മാത്രം ചൂസ് ചെയ്തത്. വേറെയും പ്ലെയേഴ്സ് ഉണ്ട് കേട്ടോ. എൻട്രിക്കിന്റെ ഈ സീസണിലെ മൊത്തം സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 8 മാച്ചസ് 5 ഗോള് 1 അസിസ്റ്റ് എന്നതാണ് എൻട്രിക്കിന്റെ സ്റ്റാറ്റ്സ്. ഒരു സീസണിന്റെ പകുതി അദ്ദേഹം ബെഞ്ചിലിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ഒരു മിഡ് സീസണിന് ശേഷമാണ് ആ ഒരു പവർഫുൾ പെർഫോമൻസ് നമുക്ക് കണ്ടിട്ടുള്ളത്. കിടിലൻ ഗോളുകളായിരുന്നു. കിടിലൻ ആ ഒരു ബ്രസീലിയൻ, എവിടേക്കോ ഒരു റൊണാൾഡോ നസാരിയുടെ ഒരു ടച്ച് ഉണ്ട് എന്ന് നമുക്ക് തോന്നും. ആ ഒരു ലെവലൊന്നും ഇല്ല, പക്ഷെ എവിടേക്കോ ഒരു ടച്ച്. കാരണം സെന്റർ ഫോർവേഡ് ആണ്. ബ്രസീലിനെ സംബന്ധിച്ച് റൊണാൾഡോ നസാരിയോ പോയതിനു ശേഷം ആ ഒരു പൊസിഷനിൽ അദ്ദേഹത്തിന്റെ 4-1 കഴിവുള്ള ഒരു പ്ലെയർ വന്നിട്ടില്ല എന്നതാണ് റിയാലിറ്റി. ഇടയ്ക്ക് 2-3 പ്ലെയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ലെവലിലേക്കൊന്നും എത്തിയില്ല, ഒരിടവും എത്തിയില്ല, അങ്ങനത്തെ പോയി. അപ്പോൾ ഇതാണ് ഈ ഒരു എൻട്രിക്കിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. എസ്റ്റാവിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 32 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് താരം ഈ സീസണിൽ. 7 ഗോള് 2 അസിസ്റ്റ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ല രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില മത്സരങ്ങളിൽ മികച്ച പെർഫോമൻസ് നടത്തും, ചില മത്സരങ്ങളിൽ മോശം പെർഫോമൻസ് നടത്തും. എന്നാലും എനിക്കൊന്നേ പറയാനുള്ളൂ, വരുന്ന വേൾഡ് കപ്പ് ബ്രസീൽ നേടുകയാണെങ്കിൽ ആ ടീമിൽ ഇവരുണ്ടെങ്കിൽ ഇവർക്കായിരിക്കും മാൻ ഓഫ് ദി മാച്ച്. അതായത് മാൻ ഓഫ് ദി മാച്ച് അല്ല, ബെസ്റ്റ് യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ലഭിക്കുക. ഈ ഒരു വീഡിയോ കുറേ ലെന്തായി എന്നാണ് തോന്നുന്നത്. ഞാൻ കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിഫോർ ദ കപ്പ് എന്ന ഈ ഒരു സെഗ്മെന്റിന്
എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ഫസ്റ്റത്തെ എപ്പിസോഡാണ്. ഇനി ഇതിൽ ഏത് ടോപ്പിക് വെച്ചായിരിക്കണം ഇനിയൊരു വീഡിയോ ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ 2-3 ടോപ്പിക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളിടുന്ന കമൻറ്റ് നോക്കിയിട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ആ ടോപ്പിക് വെച്ച് ഞാൻ വീഡിയോ ചെയ്യാം. അതിനെ ഞാൻ മാറ്റി വെക്കും. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.